വീട്ടില് പിള്ളേര് പെറ്റ്ഫ്ലിക്സ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടില് പെറ്റും പിള്ളേരും കൂടെ ഒരു രക്ഷയില്ല. എന്നോട്ടാണ് ഈ പെറ്റ്സിനോടുള്ള പ്രാന്ത് തുടങ്ങിയത്? പ്രാന്ത് ചെറുപ്പത്തിലേ ഉണ്ട്. നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ഇന്ന കാലത്തൊന്നും പറയാൻ പറ്റില്ല. വളരെ ചെറുപ്പത്തിൽ സ്കൂളിന്റെ അടുത്ത് നിന്ന് ഈ വഴി കിട്ടുന്ന ചെറിയ ഷോക്ക് അടിച്ച് വീണ കാക്കക്കുഞ്ഞ് ഇങ്ങനെയുള്ളതിനൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരിക, പരിപാലിക്കുക. ഒരിക്കൽ കുരങ്ങന്റെ കുഞ്ഞാന്ന് പറഞ്ഞ് കുട്ടിത്തേവാങ്കന്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പല കാലത്തും തുടങ്ങിയിട്ടുണ്ട് പെറ്റ്സിനോടുള്ള ഇഷ്ടം. പക്ഷെ ഇത്രയും ട്രാവൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ ഈ പെറ്റ്സിന്റെ കൂടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്? കുറവാണ്. ഈ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള പെറ്റ്സിന്റെ പുറകെ പോകും ഞാൻ. അവിടെ ഏതെങ്കിലും വീട്ടിൽ ഇന്ന പോലെ ഒരു വലിയ പട്ടിയുണ്ട് പൂച്ചയുണ്ടെന്നൊക്കെ കേട്ടാൽ അതിനെ അന്വേഷിച്ച് അതിനെ കാണാൻ വേണ്ടി ഞാൻ പോകും. പിന്നെ ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് കുറച്ചു. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ, ഞാൻ ഈ യാത്ര ചെയ്യുകയും ഭാര്യ ഇതിനെയൊക്കെ നോക്കുക എന്ന് പറയുന്ന രക്ഷയില്ല. ബാക്കി വീട്ടിലുള്ള പെറ്റ്സ് തമ്മിൽ ഭയങ്കര ഈഗോ പ്രശ്നം. അത് ഈഗോനെ പട്ടിക്ക് കണ്ടുകൂടാ, പട്ടീനെ തത്തയ്ക്ക് കണ്ടുകൂടാ, തത്തയ്ക്ക് ഇതിന്റെ രണ്ടിനെയും കണ്ടുകൂടാ എന്ന് പറയുന്ന അവസ്ഥയായിട്ട് നമുക്ക് ഇത് തീർക്കാനുള്ള സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് പതുക്കെ. പെറ്റ്സ് വല്ലതും ഉണ്ടോ വീട്ടിൽ? ഇല്ല, ഇപ്പൊ ഞാനും ശ്രീനിയും കൊച്ചും മാത്രമേ ഉള്ളൂ. നിങ്ങൾ 3 പെറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. ശ്രീനി വർത്താനം പറയോ? ശ്രീനി നന്നായിട്ട് തത്ത പോലെ സംസാരിക്കും. അതെനിക്ക് അറിഞ്ഞാൽ മതി. പക്ഷെ നില ഇപ്പം സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഭയങ്കര കുറുമ്പിയാണ്. ഇന്ന് കൊണ്ടുവരണം നിണ്ടായിരുന്നു, പക്ഷെ കൊണ്ടുവന്നാൽ നല്ലായിരുന്നു. ഇത്രയും കളർ കണ്ട് അവള് ഞെട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഈ കളറാ ഞാൻ സത്യത്തിലേ ഇത് എനിക്ക് നോക്കൂ, വേറെ ഏതെങ്കിലും ഒരു ഷോയ്ക്ക് പോയിട്ട് ഇങ്ങനെയൊക്കെ എനിക്ക് ഇരിക്കാൻ പറ്റുമോ? സത്യം പറയാം, ഇത് പ്രേക്ഷകരോടാ പറയാനുള്ള. ഞാൻ കൊണ്ടുവന്നിട്ട് ഡ്രസ്സ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയായിരുന്നു നമ്മൾ ഈ ചീട്ട് മാജീഷ്യന്മാര് ചീട്ട് വെച്ചിട്ട് ഇതിലെ വേണ്ടെന്ന് ചോദിക്കുന്നവരെ ഞാൻ മര്യാദക്കുള്ള 3 ഡ്രസ്സ് ചേട്ടാ ഇത് മതി, ഇത് മതി എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ഇതെല്ലാം കെട്ടിച്ചിരിക്കുന്നത് പേര് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് പറ്റിയ കളറാണ് ഇട്ടിരിക്കുന്നത്. രമേശ് ചേട്ടൻ എന്ന് പറയുമ്പോൾ കളർഫുൾ പേഴ്സൺ. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മള്. അല്ല, പേളിയുടെ കാര്യമുണ്ട്. നമ്മൾ പല ആൾക്കാരും പറയാറുണ്ട് നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പേളിനെ സംബന്ധിച്ച് അടുത്ത സെക്കൻഡ് എന്താ പറയാൻ പോകുന്നത് എനിക്കറിയത്തില്ല. നമുക്കറിയാം ഇത്ര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യ സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കുടിച്ചോ, എന്ത് വേണേ ചെയ്യും, എന്ത് വേണേ പറയും. എന്നാലോ നമ്മൾ പേളിക്ക് വേറെ ഉണ്ട്, നമ്മൾക്കൊക്കെ ഉണ്ട്. ആൾക്കാർ കാണുന്ന പേളി അല്ല പേളി. അതെ, അതാണ്. ബുദ്ധിയുള്ള ഒരു പേളിനെ ഇവര് കണ്ടിട്ടില്ല. അതിനുള്ള അവസരം കിട്ടുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറയാം, ആക്ച്വലി എനിക്ക് ബുദ്ധി ഉണ്ടെന്നല്ലേ ഉദ്ദേശിച്ചത്. അതാണ് ഞാനും പറഞ്ഞു വരുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്, പക്ഷെ അത് എങ്ങനെ കാണിച്ച ആൾക്കാർക്ക് അവരുടെ ഈഗോ